ഹലോ. ചോറിൻ്റെയും കഞ്ഞിയുടെ കപ്പ, ചക്ക, പുഴുക്ക് ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡിഷാണ് കോരി ചെമ്മീൻ മാങ്ങ ചമ്മന്തി. വെൽക്കം ബാക്ക് ടു റീനാസ് ടേസ്റ്റി റെസിപ്പീസ്. ഇതിന് വേണ്ടത് ഒരു മാങ്ങയാണ്. നല്ല ഫ്രഷായ മാങ്ങ എടുത്ത് തൊലി കളഞ്ഞ് അതിൻ്റെ കഴമ്പെല്ലാം പൂളിയെടുക്കുക. അതിനുശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുക. ഫ്രഷായ മാങ്ങ വേണം എപ്പോഴും എടുക്കാനായിട്ട്, അല്ലെങ്കിൽ ചതയ്ക്കുമ്പോൾ ശരിക്കും നമുക്ക് കിട്ടില്ല. അപ്പം മാങ്ങയെല്ലാം പൂളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുക. പിന്നെ ഈ ഡിഷിലേക്ക് വേണ്ടത് ഒരു 4 ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിയുക, എരിവിനനുസരിച്ച് 3 പച്ചമുളക് ചെറുതായിട്ട് അരിയുക, ഒരു തണ്ട് കറി ലീവ്സും എടുക്കുക. ഇതെല്ലാം കൂടി ഒരു ബ്ലെൻഡറിലോട്ട് ഇടുക, അല്ലെങ്കിൽ അമ്മിയമ ചതച്ചാലും മതി. ഇനി നമുക്ക് ചെമ്മീൻ വറുക്കണം. അതിനായി ഒരു പാൻ ചൂടാക്കി 100 ഗ്രാം ചെമ്മീൻ അതിലിട്ട് നമുക്ക് വറുക്കുക. കൂടെ വേണമെന്നുണ്ടെങ്കിൽ 3 റെഡ് ചില്ലി മുഴുവൻ മുളകും കൂടി ഇട്ട് വറുത്ത നല്ല മണവും ഫ്ലേവറും ആയിരിക്കും. എല്ലാം കൂടി ചെറു തീയിലിട്ട് ഇളക്കി നന്നായി മൊരിച്ച് വറുത്തെടുക്കുക. ഏകദേശം 5 മിനിറ്റ് വേണത് വേവാനായിട്ട്. അത് മാറ്റി വെച്ചതിന് ശേഷം നേരത്തെ അരിഞ്ഞു വെച്ച മാങ്ങക്കൂട്ടിലോട്ട് വേണമെങ്കിൽ തേങ്ങ, ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങയിട്ട് നന്നായി ക്രഷ് ചെയ്തെടുക്കുക. ഒരിക്കലും അരയ്ക്കരുത്, പോസ് ബട്ടൺ ഞെക്കി ക്രഷ് ചെയ്തെടുക്കുക. ഇതാണ് കോരിപ്പലക. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കേരളത്തിൻ്റെ ഇല്ലങ്ങളിലും മറ്റ് ചായ്പുകളിലൊക്കെ ചമ്മന്തി അരയ്ക്കുന്ന സാധനമാണിത്. ഇതിന് തന്നെ ഒരു ഏകദേശം 70 കൊല്ലം പഴക്കമുണ്ട്. ഇതിൻ്റെ നടു കുഴിഞ്ഞതാണ്. അതിലിട്ട് ചമ്മന്തി അരച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ കൂട്ട് അതിലേക്ക് ഇട്ട് നന്നായി പൊടിച്ചെടുക്കുക. സാധാരണയായി മരക്കൈയിലാണ് എടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ അതില്ലാത്തതുകൊണ്ട് സ്റ്റീലിൻ്റെ കയ്യിലാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ നല്ലൊരു സ്റ്റീൽ സ്പൂൺ എടുത്ത് നന്നായി ഞെരടി പൊടിച്ചെടുക്കുക. ഏകദേശം പൊടിഞ്ഞു കഴിയുമ്പോൾ അല്ലെങ്കിൽ ചതഞ്ഞു കഴിയുമ്പോൾ നമുക്ക് മാങ്ങാക്കൂട്ട് ഇതിലേക്ക് ഇടാവുന്നതാണ്. ചതച്ച മാങ്ങ ഇതിലേക്കിട്ട് ഒന്നും കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കുക. അങ്ങനെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നൊരു ഡിഷാണ് മാങ്ങ ചെമ്മീൻ ചമ്മന്തി. ഭയങ്കര ടേസ്റ്റുമാണ്. ചോറുണ്ണാൻ ഇത് മാത്രം മതി. കഞ്ഞിയുടെ കൂടെയും ബെസ്റ്റാണ്. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് അവസാനം മേമ്പടിക്ക് എന്നോണം 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമുക്ക് ഈ ഡിഷ് ഉപയോഗിക്കാവുന്നതാണ്. ചോറിൻ്റെ കൂടെ, കഞ്ഞിയുടെ കൂടെ, ചക്കപ്പുഴുക്ക്, കപ്പപ്പുഴുക്കിൻ്റെ ഒക്കെ കൂടെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഉഗ്രൻ ഡിഷാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.